അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ടൊവിനോയുടെ ഐഡന്റിറ്റി ഒരു ത്രില്ലർ ശ്രേണിയിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ടൊവിനോ എന്ന് പറയുന്ന നടന്റെ മികച്ച ഒരു പെർഫോമൻസ് ആണ്. ഞാൻ മുമ്പ് സിനിമകൾ കണ്ടിട്ട് വന്നപ്പോഴും ടൊവിനോയെ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. ടൊവിനോ അഭിനയത്തിൽ ഒരുപാട് പുറകിലായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ടൊവിനോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മെച്ചപ്പെട്ടു എന്ന് ഞാൻ തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ജേക്സ് ബിജോയിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സിനിമയുടെ സിനിമയ്ക്ക് കൃത്യമായി ബ്ലെൻഡ് ചെയ്താണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിരിക്കുന്നത്. അപ്പോ ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവത്തില്ല. കുറെ ആൾക്കാർക്ക്, ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ മാത്രമാണിത്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ത്രില്ലർ സിനിമകൾ കാണുന്നുണ്ട്. ഒരു വൗ ഫാക്ടർ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആദ്യ പകുതി വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. ആദ്യ പകുതിയിലെ ട്വിസ്റ്റുകളും ടേണുകളും എല്ലാം വളരെ മികച്ച ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ആയിരുന്നു. സിനിമയില് പ്രധാനപ്പെട്ട റോളിൽ തൃഷ വരുന്നുണ്ട്. തൃഷ അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വരാൻ പറ്റുന്ന അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോളൊന്നും അല്ലായിരുന്നു. അത് ഏത് നടിയും ചെയ്യാൻ പറ്റുന്ന ഒരു റോള് തന്നെയായിരുന്നു ഈ സിനിമയിൽ തൃഷയ്ക്കുണ്ടായത്. അർച്ചന കവി എല്ലാവരും പൊക്കി പറയുന്നതൊക്കെ കണ്ടു. പക്ഷെ അർച്ചന കവി സിനിമയിലൂടെ തിരിച്ചു വന്നു എന്നുള്ളത് ഓക്കെ, എങ്കിലും അർച്ചന കവിക്കും കാര്യമായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമൊന്നും അല്ലായിരുന്നു. പിന്നെ വിനയ് റോയാണ് ഇതിൽ പ്രധാന വില്ലനായിട്ട് വരുന്നത്. വിനയ് റോയുടെ പെർഫോമൻസ് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. വിനയ് റോയ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ആ മേക്ക് ഓവർ ഒക്കെ കൊള്ളാമായിരുന്നു. ഡയലോഗ് ഡെലിവറിയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ ആർട്ടിഫിഷ്യൽ ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ കുറച്ച് കാണാപ്പാടം പഠിച്ച് പറയുന്ന രീതിയിലാണ് ഷമ്മി തിലകന്റെ ഡയലോഗ് ഡെലിവറി ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. ഷമ്മി തിലകൻ സാധാരണ സിനിമയിലെല്ലാം നല്ല പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഈ സിനിമയിൽ എന്തോ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി എനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിലപ്പോഴൊക്കെ തോന്നി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ആദ്യ പകുതിയും കുഴഞ്ഞു മറിഞ്ഞ രണ്ടാം പകുതിയുമാണ്. എങ്കിലും നല്ലൊരു ക്ലൈമാക്സോട് കൂടി സിനിമ അവസാനിപ്പിച്ചു. ലോജിക്കിന്റെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ലോജിക്ക് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഈ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അജു വർഗീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അജു വർഗീസിന്റെ കരിയറിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കോമഡി റോളുകളിൽ നിന്ന് അജു വർഗീസ് മാറുന്ന ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ രീതിയിൽ പിടിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ബാംഗ്ലൂരും കേരളവും പശ്ചാത്തലമായാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സിനിമയുടെ തീമിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് കാര്യങ്ങളും അതിലൊരു സാധാരണക്കാരൻ ഇടപെടുന്നതും മറ്റുമൊക്കെയാണ് സിനിമയുടെ ഒരു തീമായിട്ട് പോകുന്നത്. എന്നാലും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് രണ്ടാം പകുതി കൊണ്ടുപോയില്ല. രണ്ടാം പകുതി വളരെ ലേസി ആയിട്ടാണ് അവർ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ഒരു പ്രാവശ്യം കാണാനൊക്കെ ഉള്ളതും ഉണ്ട് ഈ സിനിമയില്. അപ്പൊ 2025 എന്റെ ആദ്യ സിനിമാ അനുഭവമാണിത്. എന്റെ ആദ്യ സിനിമാ അനുഭവം മോശമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു വൗ ഫാക്ടർ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് കണ്ടില്ല. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.